ഹായ് ഗായ്സ്, ഞാനിന്ന് എവിടെയാണ് പോകണമെന്ന് അറിയോ ഗൈസ്? ഈ അണിഞ്ഞൊരുങ്ങി നമ്മളിവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവമല്ല, കൊടി കയറിയിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ താലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ തിരുവാതിരക്കളി ഉണ്ട് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടി പോയതാണ്. അതെ, പോയതല്ല, പോകുന്നതാണ്. നല്ല ലേറ്റായി എവിടെ എത്താനായിട്ട്. താലൊക്കെ പോയിട്ടുണ്ടാവും എന്നാണ് തോന്നണത്. അപ്പോൾ ഇനി ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം കേട്ടോ. ബാക്കിൽ എൻ്റെ അനിയത്തി വരുന്നുണ്ട്, ഞാൻ സ്പീഡിൽ നടക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ലേറ്റ് ആയെന്ന് വഴിയിൽ വെച്ചിട്ടാണ് എനിക്കും എൻ്റെ അനിയത്തിക്കും താലത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. പെട്ടെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റോട്ടിലിങ്ങനെ നിന്നിട്ടൊക്കെയാണ് കേട്ടോ അമ്പലം വരെ പോവാ. എൻ്റെ അമ്മയെ പടക്കം പൊട്ടി. ഇപ്പോൾ വിഷ്ണു ചേട്ടൻ രാകേഷ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ താലം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എണ്ണയൊക്കെ തീരാണെങ്കിൽ നമുക്ക് കൂടെയുള്ള ആൾക്കാരൊക്കെ ഒഴിച്ചു തരും അത് എണ്ണയൊക്കെ. അപ്പം നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നു. നമ്മളൊക്കെ തിരുവാതിര കോസ്റ്റ്യൂമിലാണ് ഗൈസ്. തിരുവാതിര കോസ്റ്റ്യൂമിൽ ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവൻ്റെ അനീറ്റി മാത്രം എന്താണ് തിരുവാതിര കോസ്റ്റ്യൂമിലല്ലല്ലോ എന്ന്. വേറെ ഒന്നല്ല ഗൈസ്, അവൾ തിരുവാതിരക്കില്ല. അപ്പോൾ അവൾ ആദ്യമേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതേ കുരവയൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഇവിടെ ഇന്ദു ചേച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്ദു ചേച്ചി ഇതുവരെ വന്നിട്ടില്ല, അതേ ഓടി വരുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ താലത്തിനുള്ള എല്ലാവരും എത്തി കേട്ടോ. ഗൈസ്, ഇന്ദു ചേച്ചി വന്നു ഗൈസ്. ഇന്ദു ചേച്ചി ഇതാണ് ഗൈസ് ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ് സൈഡിൽ കാണുന്നത് മീനൊക്കെ മേടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ അമ്പലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ എത്തും കേട്ടോ. ഇനി അധികം ദൂരം ആ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം. പുതിയാവ് അമ്പലമാണ് കേട്ടോ. പുതിയകാവ് ദേവീ ക്ഷേത്രം, ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയാണ്. അപ്പം ഇതിൽ നമ്മളൊരു ദീപാരാധന വരെ ഇങ്ങനെ നിൽക്കൂട്ടോ, 2 വരിയായിട്ട് താലൊക്കെ പിടിച്ചിട്ട്. അപ്പം നേരെ ഇരുട്ടായിട്ട് വരുന്നുള്ളൂ. ഒരു 6 സമയത്തൊക്കെയാണ് ദീപാരാധന. അപ്പം കണ്ടോ, താലത്തിൽ നമ്മൾ അരിയുടെ കൂടെ കോയിന് ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ അനിയത്തേക്കാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കൂട്ടോ അവിടെ. ചേച്ചി നോക്ക്, പ്പതേ ഞാനപ്പോൾ അവിടെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. താലം പിടിച്ച്. അപ്പം നേരത്തെ കണ്ടത് ഇന്ദു ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താലം വെച്ചിട്ട് പിന്നെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം പ്രതിഷ്ഠ വയ്ക്കും അമ്പലത്തിന് ചുറ്റും. പ്രദക്ഷിണം വയ്ക്കും. പ്രദക്ഷിണം വച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ താലത്തിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാം മാറ്റി വയ്ക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നടയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മേളമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ മേളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ തിരുവാതിര തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മളപ്പം ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യണ് കണ്ടോ. ആൾക്കാരൊക്കെ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ തിരുവാതിര കാണാനായിട്ട്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാവരും കണ്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആര്യ ചേച്ചി കേട്ടോ. മുടി കളർ ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് ആര്യ ചേച്ചി. അങ്ങനെ ഞാൻ ഒരു ഓട്ടപ്രദർശനം നടത്തി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഇന്ദു ചേച്ചി ഇവിടെ പാട്ടിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കായിരുന്നു. എല്ലാം ഉണ്ട്. We are going to vlog. Yes, come on. Yay! തിരുവാതിരയൊക്കെ കളിക്കാൻ വേണ്ടി പോണു. അപ്പം ഇനി തിരുവാതിര കളിട്ട് കാണാം അല്ലേ ഗൈസ്? ഓക്കെ, നോക്ക് എല്ലാവരും. ഗൈസ്, ഇത് നമ്മുടെ തിരുവാതിരയുടെ ഇടയിൽ നിന്നുള്ളൊരു ചെറിയൊരു പാട്ടാണ്. ഫസ്റ്റ് പാട്ടിലൊക്കെ ഫുൾ കോപ്പിറൈറ്റ് ആണ്. ലാസ്റ്റ് പാട്ടാണെങ്കിലും കോപ്പിറൈറ്റ്. ഓൾമോസ്റ്റ്
സോങ്സും കോപ്പിറൈറ്റിലാണ്. അതുകൊണ്ട് എനിക്ക് ആ സോങ്സോ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. സോങ് ഇല്ലാണ്ട് പിന്നെ ചുമ്മാ വീഡിയോ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നിങ്ങളെ ഫുൾ വീഡിയോ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും സോങ്സൊക്കെ വെച്ചിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ തിരുവാതിരയുടെ ഡാൻസിൻ്റെ മാത്രമായിട്ട് കൊടുക്കാം. നമ്മുടെ തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞു. ഒന്നും പറയണ്ട ഗൈസ്, ആകെ മൊത്തം ഒരു ജഗ പോകുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹായ്, താങ്ക് യു. ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. എന്താണ് ഫുഡെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. എന്താണ് ഗൈസ്, ഞങ്ങൾ തെറ്റിച്ചെങ്കിലും അതെ കളിച്ചു. യെസ്, ഹലോ 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 ഹലോ. ഇന്ദു ചേച്ചി അവിടെ, അവിടെ ഇന്ദു ചേച്ചി അടുക്കളയിലാണ് ഗൈസ്. ഇത് ഐശ്വര്യ, ഇത് നന്ദിനി ചേച്ചി, ഇത് പാറു ചേച്ചി, ഇത് അഞ്ജലി, ഇത് അഞ്ജന, വിഷ്ണു ചേട്ടൻ. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചം കുറവുപോലെ നമുക്ക് തോന്നിയിരുന്നു. പിന്നെയാണ് കാര്യം മനസ്സിലായത്. ഇപ്പോഴാണ് എല്ലാരും കാണാൻ പറ്റുന്നേട്ടാ. ഇല്ല കുഴപ്പമില്ല, ഇതൊക്കെ ഇടും. ഇപ്പൊ നേരത്തെ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു ഇരുട്ട്. ഇപ്പോഴാണ് ഫുഡൊക്കെ എന്താണെന്ന് മര്യാദയ്ക്ക് കാണുന്നത്. കഴിച്ചപ്പോ നമ്മളിങ്ങനെ അല്ലറ ചില്ലറ ടോക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ സഞ്ജയിച്ചായിട്ട് അടുത്ത് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചാക്യാർകൂത്തുണ്ട്, അപ്പോൾ അത് കുറച്ച് നേരം കണ്ടാലോന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ കണ്ടില്ലേ ആൾക്കാരിരുന്ന്. സെയിം നമ്മുടെ തിരുവാതിര പറഞ്ഞ സെയിം സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. നോക്കൂ, ഇതാണ് ഗൈസ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ ഇന്ദു ചേച്ചിയാണ്. എല്ലാ പാട്ടും സ്റ്റെപ്പൊക്കെ സെലക്ട് ചെയ്തിട്ട് സെറ്റാക്കുന്നത്. ജേസ് അങ്ങനെ ഞാനും ഇന്ദു ചേച്ചിയും കുറച്ച് നേരം നിന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷമാണ്. അത് ആകെ ടയേർഡായി കിളി പോയിട്ട് നിൽക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ അമ്പലമൊക്കെ ഈ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ എൻ്റെ ഫോണിലും അത്ര ക്ലാരിറ്റി ഇല്ല ഗൈസ്. അപ്പോൾ ഇത് ചാക്യാർകൂത്തൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി അവിടെ കുറച്ച് നേരം ചാക്യാർകൂത്ത് പോയിരുന്ന് കാണാം. ചാക്യാർകൂത്തിലാണല്ലോ നമ്മളിങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുക. എനിക്കിത് ഇഷ്ടമാണ്, കുറച്ച് കളിയാക്കലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ശിവേലി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവിടെ ചാക്യാർകൂത്തുണ്ട്, ഇവിടെ ശിവേലി നടക്കുന്നു. ഇത് നമ്മുടെ ശാന്തിയാണ് കേട്ടോ അമ്പലത്തിൽ, അർജുൻ എന്നാണ് പേര്. അപ്പം ഇതൊക്കെ എൻ്റെ കസിൻസാണ്. അപ്പം ഞാൻ അവരെയൊക്കെ കണ്ടിങ്ങനെ ജസ്റ്റ് സംസാരിച്ച് അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോവേം കേട്ടോ. അത് നമ്മുടെ ചാക്യാർകൂത്ത് കാണാൻ ഇനി കുറച്ച് നേരം. അവര് പുറപ്പെട്ടു കഴിഞ്ഞാൽ വെറുതെ ഇല്ല, അവര് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് മാറാ അതെ, അതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കും. അവിടെ പെട്ടെന്നിരുന്നു. ഇങ്ങട അങ്ങട അവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് മാറും കൂടെ അങ്ങോട്ട് മാറും കൂടെ. അതെ, അത് ഗോപുരാണ്, മാറി നിൽക്കുക. അങ്ങോടെ പറഞ്ഞത് മാറി നിൽക്കുന്ന ഇതെന്താ അനക്കൊന്നുമില്ലല്ലോ. ഒരു മനുഷ്യനെ ഭക്ഷണത്തെ കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുത്താൻ സാധ്യമുള്ളൂ. അന്നദാനം ഉണ്ടാകും കേട്ടതും അസ്മാദികളെ തൊടയ ഇല കൊടുത്താലും വെറുതെ ഇരിക്കില്ല. ഇലയുടെ തുമ്പ ഇടത്തോട്ടേക്കാ വേണ്ടത്. ഗൈസ്, അപ്പോൾ ഇത് പ്രീതാൻ്റിയാണ്, പിന്നെ അപ്പുറത്ത് ഉഷാൻ്റി, പിന്നെ പറഞ്ഞ ചേച്ചിയോടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തെ ചാക്യാർകൂത്ത് നടക്കുന്നുണ്ട്. എനിക്ക് പതിവുള്ള പോലെ അത്രയ്ക്കും ഒരു ഇഷ്ടം തോന്നിയില്ല. അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഇത് ചാക്യാർകൂത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ എല്ലാവരും ഇത് ഫ്രണ്ടിൽ നടന്നോണാണ്ടോ. അപരമ്മമായി, അഞ്ചുമ്മായി, നിഷമ്മായി എല്ലാവരും ഉണ്ട്, ഫ്രണ്ടിൽ അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ അതേ ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഇതിൽ അമ്മയുടെ വീടാണ് കേട്ടോ. ഇരുട്ടത്തൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഉത്സവം ഇനിയിപ്പോൾ അടുത്തത് വലിയ ഉത്സവത്തിൻ്റെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു, ബൈ.